എല്ലാവർക്കും നമസ്കാരം. കേറ്ററ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. നമുക്കറിയാം ഫെബ്രുവരി 2026 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്പെഷ്യൽ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടി പ്രത്യേകം നടത്തുന്ന എക്സാമാണ്. ഇതേ ആൾക്കാർ തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും എഴുതാവുന്ന എക്സാമിനും ആ ഒരു എക്സാം എഴുതിയത്. അതിനുശേഷമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഈ സർവീസിലുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ജീവനക്കാർ ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജനറലായിട്ട് കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. കാരണം പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ഒരു ഇത് ആൻസർ കീ വെച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ പലർക്കും മാർക്ക് കൂടുതലുമുണ്ട്, കുറയുന്നുമുണ്ട്. അതനുസരിച്ച് 1000 രൂപ മുടക്കാമല്ലോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കേറ്ററ്റിൻ്റെ റൂൾ പ്രകാരം ഒരു എക്സാം കഴിഞ്ഞ് 60 ദിവസത്തിന് ശേഷമേ ഇനി എന്ത് സാഹചര്യം വന്നാലും എന്തൊക്കെ ഇതൊക്കെ വന്നാലും അവരുടെ നിയമപ്രകാരം അല്ലെങ്കിൽ അവരുടെ റൂൾ പ്രകാരം അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം 60 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും ഒരു എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഇപ്പോൾ മുന്നിലുള്ള സാഹചര്യം എന്തെന്ന് വെച്ചാൽ SLC പരീക്ഷകളൊക്കെ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലേക്കായിരിക്കും പരീക്ഷ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇടയ്ക്ക് കേറ്ററ്റിൻ്റെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയോ, ഇപ്പോൾ നിങ്ങളെ എക്സാം തന്നെ ഈ ഒരു തീയതി പോലും പ്രഖ്യാപിക്കാത്തത് അല്ലെങ്കിൽ മെയിലേക്ക് മാറ്റിയത് തന്നെ ഈ ഒരു 10ൻ്റെ പരീക്ഷ മുമ്പിൽ കിടക്കുന്നത് കൊണ്ടാണ്. അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട പരീക്ഷ ഭവനുണ്ട്. അപ്പോൾ അവർ ആ ഒരു തിരക്കിലേക്ക് പോകുമ്പോൾ ഈ ഒരു കേറ്ററ്റ് എന്നുള്ളത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും. ഇതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ ആൻസർ കീ ഒക്കെ പബ്ലിഷ് ചെയ്യുമെങ്കിലും അതിൻ്റെ നടപടികളൊക്കെ ചെയ്യുമെങ്കിലും പ്രധാനമായും മുൻഗണന കൊടുക്കുന്നത് SLC പരീക്ഷയ്ക്കാണ്. അപ്പോൾ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഒരു 60 ദിവസത്തിന് ശേഷം ആയിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. എന്ന് വെച്ച് നിങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന അവസരം കളയണ്ട എന്നാണ്. ആർക്കെങ്കിലും മാർക്ക് കുറവുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ആൻസർ കീ റിസൾട്ട് നോക്കിയ സമയം കളയണ്ട, അപ്ലൈ ചെയ്യുക, അവസരം വിനിയോഗിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.